ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്ന വീഡിയോ ഇന്റർസെപ്റ്റർ 650ൽ ഞാൻ ലേറ്റസ്റ്റ് ആയി ആഡ് ചെയ്ത ചില ആക്സസറീസിനെ പറ്റിയാണ്. 5 മാസത്തിന് മുൻപ് 16,000 കിലോമീറ്റേഴ്സും 2 ഇയേഴ്സ് ഓണർഷിപ്പ് കംപ്ലീറ്റ് ചെയ്തതിനു ശേഷമുള്ള ഒരു ഡീറ്റെയിൽ റിവ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ റിവ്യൂവിൽ ഞാൻ ചില മോഡ്സ് ആൻഡ് ആക്സസറീസിനെ പറ്റിയും മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ കാണാത്തവർക്കായി വീഡിയോയുടെ ലിങ്ക് ഞാൻ കമന്റിൽ പിൻ ചെയ്യാം. ഈ റിവ്യൂ ചെയ്യുന്ന സമയത്ത് ഞാൻ ക്ലോക്ക് ചെയ്തത് 18,000 കിലോമീറ്റേഴ്സും 2.5 വർഷത്തെ ഓണർഷിപ്പുമാണ്. ഞാൻ ലാസ്റ്റ് ടൈം ചെയ്ത വീഡിയോയുടെ കമന്റ്സിൽ ഇന്റർസെപ്റ്റർ 650യുടെ മെയിൻ്റനൻസിനെ പറ്റി കുറേ കമന്റ്സ് വന്നിട്ടുണ്ടായിരുന്നു. ഈ കമന്റ്സിനെല്ലാം ആൻസർ ചെയ്യുന്നതിനായി ഞാൻ ഇന്റർസെപ്റ്റർ 650യുടെ സർവീസ് കോസ്റ്റിനെ പറ്റിയും മെയിൻ്റനൻസ് ഷെഡ്യൂളിനെ പറ്റിയും ഒന്ന് പറയാം. ഇന്റർസെപ്റ്റർ 650ക്ക് കമ്പനി നൽകുന്നത് 6 ഫ്രീ സർവീസ് ആണ്. ഫ്രീ സർവീസ് ആയതുകൊണ്ട് ലേബർ കോസ്റ്റ് വരില്ല, പക്ഷേ കൺസ്യൂമബിൾസ് എല്ലാം ചാർജബിൾ ആണ്. ഇതിന്റെ ഫസ്റ്റ് സർവീസ് 5,000 കിലോമീറ്റേഴ്സിൽ അല്ലെങ്കിൽ ഇന്റർസെപ്റ്റർ പർച്ചേസ് ചെയ്തതിനു ശേഷം 6 മാസത്തിനുള്ളിൽ ചെയ്യേണ്ടതാണ്. ഫസ്റ്റ് സർവീസിൽ എനിക്ക് വന്ന കോസ്റ്റ് 1,200 രൂപയായിരുന്നു. ഇതിന്റെ കൂടെ ഞാൻ 4 ഗ്രേഡർ പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. 4 ഗ്രേഡിന്റെ പ്രൈസും കൂടിയിട്ട് ടോട്ടൽ ബിൽ 2,000 രൂപയായിരുന്നു. രണ്ടാമത്തെ സർവീസ് 10,000 കിലോമീറ്റേഴ്സ് അല്ലെങ്കിൽ പർച്ചേസ് ഡേറ്റിൽ നിന്നും 1 വർഷത്തിനുള്ളിൽ ചെയ്യേണ്ടതാണ്. സെക്കൻഡ് സർവീസ് കോസ്റ്റ് നിങ്ങൾ അഡീഷണൽ ആക്സസറീസ് അല്ലെങ്കിൽ പാർട്സ് ഒന്നും ചേഞ്ച് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഏകദേശം 1,500 രൂപയാവും. ഞാൻ സെക്കൻഡ് സർവീസ് സമയത്ത് ഇതിന്റെ ഫ്രണ്ട് ടയർ ചേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. വോബ്ലിംഗ് ഇഷ്യൂ കാരണമാണ് ടയർ ചേഞ്ച് ചെയ്തത്. ടയറിനായത് ഏകദേശം 2,500 രൂപയായിരുന്നു. സോ സർവീസ് കോസ്റ്റും ഈ ടയർ ചേഞ്ചും കൂടിയിട്ട് എനിക്കായത് 4,000 രൂപയായിരുന്നു. നിങ്ങൾ സർവീസിന്റെ കൂടെ എഞ്ചിൻ ബഫിംഗ്, പോളിഷിംഗ് എന്നീ കാര്യങ്ങളൊക്കെ ചെയ്യുകയാണെങ്കിൽ ഒരു അഡീഷണൽ 2,000 രൂപ കൂടെ വരും. രണ്ടാമത്തെ സർവീസ് കഴിഞ്ഞാൽ, അതായത് 10,000 കിലോമീറ്റേഴ്സ് സർവീസ് കഴിഞ്ഞാൽ പിന്നെ വരുന്ന സർവീസ് എല്ലാം 10,000 കിലോമീറ്റേഴ്സ് ഇന്റർവെൽസിലാണ്. ഞാൻ മൂന്നാമത്തെ സർവീസ് ചെയ്തിട്ടുണ്ടായിരുന്നത് 16,000 കിലോമീറ്റേഴ്സിലായിരുന്നു. സർവീസ് കോസ്റ്റ് വന്നത് ഏകദേശം 2,500 രൂപയായിരുന്നു. ഇതിൽ എഞ്ചിൻ ഓയിൽ, എയർ ഫിൽട്ടർ, സ്പാർക്ക് പ്ലഗ്, ഓയിൽ ഫിൽട്ടർ എന്നിവയൊക്കെ ചേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. തേർഡ് സർവീസ് സമയത്ത് ഞാൻ ഇതിന്റെ റിയർ ഡിസ്ക് പാഡ് ചേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ കാരണത്താൽ എനിക്ക് 2,500 രൂപ അഡീഷണൽ കോസ്റ്റ് വന്നു. ഡിസ്ക് പാഡിന്റെ കോസ്റ്റും കൂട്ടിയിട്ട് ടോട്ടൽ 5,000 രൂപയായിരുന്നു തേർഡ് സർവീസ് കോസ്റ്റ്. ഈ 2.5 വർഷത്തിൽ എനിക്ക് അപ്രതീക്ഷിതമായ മെയിൻ്റനൻസ് കോസ്റ്റോ എഞ്ചിൻ ഇഷ്യൂസ് ഒന്നും വന്നിട്ടുണ്ടായിരുന്നില്ല. ഇതിന്റെ മെയിൻ മെയിൻ്റനൻസ് എന്ന് പറയുന്നത് മെക്കാനിക്കൽ പാർട്സിലല്ല, ഇതിന്റെ ക്രോം പാർട്സിന്റെ മെയിൻ്റനൻസിനാണ് കൂടുതൽ കോസ്റ്റ് ആവുന്നത്. പക്ഷേ ഇന്റർസെപ്റ്റർ 650യുടെ മെയിൻ്റനൻസ് അല്ലെങ്കിൽ സർവീസ് കോസ്റ്റ് മറ്റുള്ള 650cc അല്ലെങ്കിൽ 600cc ബൈക്കുകളുമായിട്ട് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ വളരെ ലോ ആണ്. അതേപോലെ പാർട്സ് അവൈലബിലിറ്റിയും പാർട്സിന്റെ കോസ്റ്റും വളരെ മിനിമലാണ്. ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള 650cc പാരലൽ ട്വിൻ എഞ്ചിനോട് കൂടിയ ലോ കോസ്റ്റ് മെയിൻ്റനൻസ് ബൈക്കാണ് ഇന്റർസെപ്റ്റർ 650. നിങ്ങൾക്ക് ഇന്റർസെപ്റ്റർ 650 പർച്ചേസ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ മെയിൻ്റനൻസ് കോസ്റ്റിന് പുറമെ ഇതിന്റെ റൈഡ് കംഫർട്ടബിലിറ്റി, നിങ്ങളുടെ മോഡ് ഓഫ് റൈഡിംഗ് എന്നീ ഫാക്ടേഴ്സ് ഒക്കെ നോക്കിയിട്ട് ഡിസിഷൻ എടുക്കുന്നതായിരിക്കും വളരെ നല്ലത്. ഉദാഹരണത്തിനായി നിങ്ങളുടെ 80% റൈഡിങ്ങും സിറ്റിക്കുള്ളിലാണെങ്കിൽ, വളരെ ട്രാഫിക് ഉള്ള റൈഡിംഗ് കണ്ടീഷനാണ് നിങ്ങൾ ഡ്രൈവ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇത് നിങ്ങൾക്ക് അനുയോജ്യമായ ബൈക്കല്ല. പക്ഷേ ഒരു 80% ടൂറിംഗ്, പിന്നെ 20% സിറ്റി റൈഡിംഗ് എന്നീ റൈഡിംഗ് സ്റ്റൈലാണെങ്കിൽ ഇത് വളരെ അനുയോജ്യമായ ബൈക്കാണ്. പിന്നെ കുറെ കമന്റ്സ് വന്നത് ഇതിന്റെ ടയേഴ്സിന്റെ ലൈഫിനെ പറ്റിയിട്ടായിരുന്നു. ഞാൻ മുന്നേ പറഞ്ഞതുപോലെ ഞാൻ സെക്കൻഡ് സർവീസിൽ ഇതിന്റെ സ്റ്റോക്ക് ടയറായ പിരേലി ചേഞ്ച് ചെയ്തിട്ട് C8 ടയറിലേക്ക് മാറിയിട്ടുണ്ടായിരുന്നു. ഞാൻ റിയർ ടയർ ചേഞ്ച് ചെയ്തത് ഏകദേശം 17,000 കിലോമീറ്റേഴ്സിലാണ്. സ്റ്റോക്ക് ടയറിന്റെ അതേ സ്പെസിഫിക്കേഷൻസോട് കൂടിയ C8 സൂം ക്രൂസ് ടയറാണ് ഫിറ്റ് ചെയ്തത്. പുതിയ ഇന്റർസെപ്റ്റർ 650ക്കെല്ലാം സ്റ്റോക്ക് ടയറായിട്ട് സൂം ക്രൂസ് ടയേഴ്സ് ആണ് ഇപ്പോൾ വരുന്നത്. പിന്നെ വന്ന കമന്റ്സ് എല്ലാം ഇന്റർസെപ്റ്റർ 650യുടെ മൈലേജിനെ പറ്റിയിട്ടായിരുന്നു. എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത് അല്ലെങ്കിൽ കിട്ടുന്നത് സിറ്റി റൈഡിങ്ങിൽ ഏകദേശം 22 കിലോമീറ്റേഴ്സ് പെർ ലിറ്ററും ലോങ് റൈഡിൽ അല്ലെങ്കിൽ ഹൈവേ റൈഡിൽ 25-28 കിലോമീറ്റേഴ്സ് പെർ ലിറ്ററാണ്. പിന്നെ വന്ന കമന്റ്സ് ഇതിന്റെ ഹീറ്റിംഗ് ഇഷ്യൂവിനെ പറ്റിയിട്ടാണ്. ഇതിൽ സിറ്റി റൈഡിങ്ങിൽ നിങ്ങൾക്ക് നല്ലപോലെ ഹീറ്റ് ജനറേറ്റ് ചെയ്യുന്നത് ഫീൽ ആവും, കാരണം ഇത് ഓയിൽ കൂൾഡ് ആണ്. പക്ഷേ ലോങ് റൈഡിൽ ഒരു ഹീറ്റിംഗ് ഇഷ്യൂ ഫീൽ ആവില്ല. നിങ്ങൾക്ക് ഇന്റർസെപ്റ്റർ 650യെ പറ്റി കൂടുതൽ ക്വയറീസ് ഉണ്ടെങ്കിൽ അത് ദയവ് ചെയ്ത് കമന്റ്സിൽ മെൻഷൻ ചെയ്യുക. നിങ്ങളിപ്പോൾ കാണുന്നതാണ് ഞാൻ ലേറ്റസ്റ്റ് മോഡ്സ് അല്ലെങ്കിൽ ആക്സസറീസ് ആഡ് ചെയ്ത ഇന്റർസെപ്റ്റർ 650. ഞാൻ മുൻപത്തെ റിവ്യൂവിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടായ ചില ആക്സസറീസ് ഞാൻ അതിന്റെ ക്വാളിറ്റി ഇഷ്യൂസ് അല്ലെങ്കിൽ പ്രാക്ടിക്കലായിട്ട് അത്ര യൂസ്ഫുൾ അല്ല എന്ന കാരണത്താൽ ഞാൻ റിമൂവ് ചെയ്തിട്ടുണ്ടായിരുന്നു. പഴയ ആക്സസറീസിൽ വെച്ചിട്ട് ഞാൻ ഹെഡ്ലൈറ്റ് ഗ്രില്ലും ഫോക്കസ് ലൈറ്റ്സും അതേപോലെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ഇതിലെ ഗ്ലാസ് വൂൾ റാപ്പ് ഞാൻ ഉടൻ തന്നെ റിമൂവ് ചെയ്യുന്നതായിരിക്കും. ഇതിൽ ഞാൻ മെയിനായിട്ട് പുതിയതായിട്ട് ആഡ് ചെയ്തിട്ടുള്ളത് 3 ആക്സസറീസ് ആണ്. ഒന്ന് ഇതിന്റെ സീറ്റാണ്. ഞാനിതിന്റെ
സ്റ്റോക്ക് സീറ്റ് ചേഞ്ച് ചെയ്തിട്ട് കസ്റ്റമൈസ്ഡ് ടൂറിംഗ് സീറ്റ് ആയിരുന്നു 1.5 വർഷമായി ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. സഹാറ സീറ്റിന്റെ ഈ മോഡലിലേക്ക് ചേഞ്ച് ചെയ്തിട്ട് ഏകദേശം 2 ആഴ്ചയേ ആയുള്ളൂ. പക്ഷേ ഇത് വളരെ കംഫർട്ടബിൾ ആണ്. ഞാൻ ഇത് ഉപയോഗിച്ചിട്ട് ലോങ് റൈഡിൽ പോയിട്ടില്ല, പക്ഷേ ഇതുവരെയുള്ള സിറ്റി റൈഡിംഗിലും ഷോർട്ട് ഡിസ്റ്റൻസ് ട്രാവലിംഗിലും ഇത് വളരെ കംഫർട്ടബിൾ ആണ്. റൈഡർക്കും പില്ലിയനും ഒരേപോലെ കംഫർട്ടബിൾ ആണ്. ഇതിന്റെ മോഡൽ നമ്പറും പ്രൈസും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ മെൻഷൻ ചെയ്യാം. നിങ്ങൾ സഹാറ സീറ്റിന്റെ സീറ്റ് പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ഹൈറ്റിനും വെയിറ്റിനും അനുസരിച്ചിട്ട് സീറ്റ് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റുന്നതാണ്. രണ്ടാമത്തെ ആക്സസറീസ് എന്ന് പറയാൻ പറ്റുന്നത് ഇതിൽ ആഡ് ചെയ്തിട്ടുള്ള റിയർ ടയർ ഹഗ്ഗർ ആണ്. ഇത് ഓൾമോസ്റ്റ് എല്ലാ ബൈക്കിലും ഫിറ്റ് ചെയ്യാൻ പറ്റുന്ന യൂണിവേഴ്സൽ ടയർ ഹഗ്ഗർ ആണ്. ടയർ ഹഗ്ഗർ ഫിറ്റ് ചെയ്യുന്നതിനായി ഞാൻ ഇതിന്റെ റിയർ മഡ്ഗാർഡ് ഫ്ലാപ്പ് റിമൂവ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് റെയിനി സീസണിൽ റൈഡ് ചെയ്യുമ്പോൾ നല്ലൊരു യൂസ്ഫുൾ ആയിട്ടുള്ള ആക്സസറി ആയിട്ടാണ് എനിക്ക് ഫീൽ ആയിട്ടുള്ളത്. മൂന്നാമത്തെ ആക്സസറി, ഇതിൽ ഞാൻ ടെയിൽ ടൈഡി അല്ലെങ്കിൽ നമ്പർ പ്ലേറ്റ് എക്സ്റ്റെൻഡർ ഇൻസ്റ്റാൾ ചെയ്തു. ഈ ടയർ ഹഗറും ടെയിൽ ടൈഡിയും ഇൻസ്റ്റാൾ ചെയ്തതിനു ശേഷം ഇതിന്റെ റിയർ സെക്ഷന് നല്ലൊരു ലുക്ക് തന്നെ ലഭിക്കുന്നുണ്ട്. ഇതിന്റെ പ്രൈസും ഡീറ്റെയിൽസും ഡിസ്ക്രിപ്ഷനിൽ മെൻഷൻ ചെയ്യാം. നിങ്ങൾ ഈ ചാനൽ ആദ്യമായി കാണുകയാണെങ്കിൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായി എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ലൈക്കും ഷെയറും ചെയ്യുക. മോട്ടോർ ബൈക്സിനെ പറ്റിയും സ്കൂട്ടേഴ്സിനെയും പറ്റിയുള്ള റൈഡ് റിവ്യൂസും സ്പെസിഫിക്കേഷൻസ് റിവ്യൂസും നിങ്ങളിലേക്ക് എത്തുന്നതിനായി ദയവ് ചെയ്ത് നോട്ടിഫിക്കേഷനും എനേബിൾ ചെയ്യുക. അടുത്തൊരു റിവ്യൂ വീഡിയോയുമായി വരുന്നതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ. Until then, take care and ride safe. Thank you for watching.